അങ്ങനെ ലോകം കാത്തിരുന്ന പ്രഖ്യാപനം വന്നു. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിച്ചു. ഡൊണാൾഡ് ട്രംപിന് സമാധാനം പോയി. വെനസ്വേലക്കാരിയായ മരിയ കൊറിനോ മച്ചാഡോ എന്ന വനിതക്കാണ് ഇത്തവണ സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. വെനസ്വേലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവർ നടത്തിയ അക്ഷീണമായ പ്രവർത്തനത്തിനും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള നീതിയുക്തവും സമാധാനപരവുമായ മാറ്റം കൈവരിക്കുന്നതിന് അവർ നടത്തിയ പോരാട്ടവുമാണ് അവാർഡ് നൽകാൻ നോർവീജിയൻ നോബൽ കമ്മിറ്റിയെ പ്രചോദിപ്പിച്ചത് എന്നാണ് അവർ പറയുന്നത്. മരിയ കൊറിന മച്ചാഡോ അവരെ പരിചയപ്പെടുത്തി നോബൽ സമിതി പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. വെനിസ്വേലയിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്, വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവ്, ലാറ്റിൻ അമേരിക്കൻ ചരിത്രത്തിലെ പൗരധീരതയുടെ അസാധാരണമായ ഉദാഹരണങ്ങളിലൊന്നാണവർ. ഒരിക്കൽ ആഴത്തിൽ ഭിന്നിച്ചു നിന്ന ഒരു രാഷ്ട്രീയ പ്രതിപക്ഷത്തെ ഒന്നിപ്പിച്ച് സ്വതന്ത്ര തെരഞ്ഞെടുപ്പിനും പ്രാതിനിധ്യമുള്ള ഭരണകൂടത്തിനും വേണ്ടി പൊതുവായൊരു നിലപാടുണ്ടാക്കാൻ രാജ്യത്ത് അവർക്ക് കഴിഞ്ഞു അത്രേ. അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ജനകീയ ഭരണത്തിൻ്റെ തത്വങ്ങൾ സംരക്ഷിക്കാനുള്ള നമ്മുടെ സന്നദ്ധതയാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ. ജനാധിപത്യം ഭീഷണി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഈ പൊതുവായ നിലപാട് ഏറെ പ്രധാനമാണെന്നും നോബൽ സമിതി പുറപ്പെടുവിച്ച പ്രസ് റിലീസിൽ പറയുന്നു. ഒരു കാലത്ത് ജനാധിപത്യപരവും സമ്പന്നവുമായിരുന്നു വെനസ്വേല. പിന്നീട് ക്രൂരമായ ഏകാധിപത്യ രാജ്യമായി മാറി. മാനുഷികവും സാമ്പത്തികവുമായ പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നുപോയി. ചുരുക്കം ചിലർ മാത്രം സമ്പത്ത് കുന്നുകൂട്ടിക്കൊണ്ടിരുന്നു. ബഹുഭൂരിപക്ഷം വെനസ്വേലക്കാരും ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു. രാജ്യത്തിൻ്റെ അക്രമപരമായ ഭരണകൂട സംവിധാനങ്ങൾ സ്വന്തം പൗരന്മാർക്കെതിരെ തിരിഞ്ഞു. ഏകദേശം 8 ദശലക്ഷം ആളുകൾ രാജ്യം വിട്ടുപോയി. തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചും നിയമപരമായ കേസുകളിലൂടെയും തടവിലാക്കിയും പ്രതിപക്ഷത്തെ സിസ്റ്റമാറ്റിക്കായി ആ രാജ്യത്ത് അടിച്ചമർത്തി. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനിടയിലാണ് ജനാധിപത്യ വികസനത്തിനായി പ്രവർത്തിക്കുന്ന സുമതെ എന്ന സംഘടനയുടെ സ്ഥാപക മരിയ കൊറിന മച്ചാഡോ കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വെനസ്വേലയിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി നിലകൊണ്ടത്. സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ, ജനകീയ പ്രാതിനിധ്യം എന്നിവയ്ക്ക് വേണ്ടി മരിയ കൊറിന മച്ചാഡോ ശബ്ദമുയർത്തി. വെനസ്വേലൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനായി അവർ വർഷങ്ങളോളം പ്രവർത്തിച്ചു. 2024 കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മച്ചാഡോ പ്രതിപക്ഷത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു. ഭരണകൂടം പക്ഷേ അവരുടെ സ്ഥാനാർത്ഥിത്വം തടഞ്ഞു. എന്നിട്ടും മറ്റൊരു പാർട്ടിയുടെ പ്രതിനിധിയായ എഡ്മുണ്ടോ ഗോൺസാലസ് ഉറൂട്ടിയയെ അവർ പിന്തുണച്ചു. രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറത്ത് ലക്ഷക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരെ അവർ അണിനിരത്തി. സുതാര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ഈ പൊതുജനങ്ങളെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായി ഓരോരുത്തരെയും പരിശീലിപ്പിച്ചു. രാജ്യത്തുടനീളമുള്ള പൗരന്മാർ പോളിംഗ് സ്റ്റേഷനുകളിൽ കാവൽ നിന്നു. ഭരണകൂടം ബാലറ്റുകൾ നശിപ്പിക്കുകയും ഫലത്തെക്കുറിച്ച് കള്ളം പറയുകയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അന്തിമ കണക്കുകൾ രേഖപ്പെടുത്തി എന്നവർ ഉറപ്പുവരുത്തി. രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ജില്ലകളിൽ നിന്ന് ശേഖരിച്ച വോട്ടെണ്ണൽ കണക്കുകൾ പ്രതിപക്ഷത്തിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടെന്ന് കാണിച്ചു. അന്താരാഷ്ട്ര പിന്തുണ ലഭിച്ചു തുടങ്ങി. പക്ഷേ ഭരണകൂടം തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാതെ അധികാരത്തിൽ കടിച്ചു തൂങ്ങി. സമാധാനത്തിന് ജനാധിപത്യം അനിവാര്യമാണ് എന്നാണ് ഈ നോബൽ പ്രഖ്യാപനം പറഞ്ഞു വെക്കുന്നത്. ജനാധിപത്യം പിന്നോട്ടു പോകുന്ന കൂടുതൽ ഏകാധിപത്യ ഭരണകൂടങ്ങൾ നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന അക്രമത്തിലേക്ക് തിരിയുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എന്ന് മുന്നറിയിപ്പ് നൽകി നോബൽ സമിതി. ഭരണത്തിലുള്ളവർ നിയമവാഴ്ചയെ ദുരുപയോഗം ചെയ്യുന്നു, സ്വതന്ത്ര മാധ്യമങ്ങളെ നിശബ്ദമാക്കുന്നു, വിമർശകരെ തടവിലാക്കുന്നു, സമൂഹങ്ങളെ ഏകാധിപത്യ ഭരണത്തിലേക്കും സൈനികവൽക്കരണത്തിലേക്കും തള്ളിവിടുന്നു. ഇതെല്ലാം പ്രസ് റിലീസിൽ പറഞ്ഞ കാര്യങ്ങളാണ്. 2024 എന്നത്തേക്കാളും കൂടുതൽ തെരഞ്ഞെടുപ്പുകൾ നടന്ന വർഷമാണ്. പക്ഷേ കുറച്ചെണ്ണം മാത്രമേ സ്വതന്ത്രവും നീതിയുക്തവുമായതുള്ളൂ എന്ന് കമ്മിറ്റി പറഞ്ഞു വെക്കുന്നു. ഏകാധിപതികൾ അധികാരം പിടിച്ചെടുക്കുമ്പോൾ ഉയർന്നു നിന്ന് ചെറുത്തു നിൽക്കുന്ന ധീരരായ സ്വാതന്ത്ര്യ സംരക്ഷകരെ അംഗീകരിക്കേണ്ടത് നിർണായകമാണ്. അതുകൊണ്ടാണ് മരിയ കൊറിന മച്ചാഡോയെ ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് തിരഞ്ഞെടുത്തതത്രേ. അപ്പോൾ പിന്നെ ഈ സമാധാന നോബൽ തനിക്ക് വേണമെന്ന് വാശി പിടിച്ച ട്രംപിനെ തനിക്ക് തന്നില്ലെങ്കിൽ ഈ രാജ്യത്തിന് തന്നെ അപമാനമാണെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റിനെ നോർവീജിയൻ നോബൽ കമ്മിറ്റി എങ്ങനെ പരിഗണിക്കാനാണ്? ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ സുഹൃത്ത് ട്രംപിന് നോബൽ സമ്മാനം കഴുത്തിൽ അണിയിച്ചു കൊടുക്കുന്ന AI നിർമ്മിത ഫോട്ടോ ഇന്ന് രാവിലെയും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു. പക്ഷേ
എന്തു ചെയ്യാനാണ്? ട്രംപിന് സമാധാനമില്ല. മരിയ കൊറിന മച്ചാഡോയെ പ്രഖ്യാപിച്ച ഉടനെ നോബൽ സമിതി ചെയർമാനോട് മാധ്യമങ്ങൾ ഇക്കാര്യം ചോദിച്ചിരുന്നു. ട്രംപ് ഇങ്ങനെയൊക്കെ വാദിക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു ചോദ്യം. വർഷങ്ങളായി തങ്ങൾക്ക് പുരസ്കാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോബൽ സമിതിക്ക് പല കത്തുകളും വരുന്നുണ്ട്. പക്ഷേ ആൽഫ്രഡ് നോബലിൻ്റെ വിൽപത്രത്തിൽ എഴുതി വച്ച നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ ഞങ്ങൾ ഈ അവാർഡ് നൽകൂ എന്നായിരുന്നു സമിതിയുടെ ചെയർമാൻ്റെ പ്രതികരണം. ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഷയിൽ നോബൽ കമ്മിറ്റി അമേരിക്കയെ അപമാനിച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ പേരിൽ എന്തെല്ലാം കോലാഹലങ്ങൾ കേൾക്കേണ്ടി വരുമോ ആവോ.